കഴിഞ്ഞ ദിവസം പേളി മാണിയുടെ ഒരു വീഡിയോ എന്റെ ശ്രദ്ധയിൽപ്പെടാനിടയായി. എന്തോ ഒരു ഫുട്ബോൾ മാച്ചിന് ഗസ്റ്റ് ആയി പോകുന്ന ഒരു വീഡിയോ ആണിത്. പേളിമാണിയുടെ മുഖം നോക്കി നിങ്ങൾ എനിക്ക് തന്നെ കണ്ടിട്ട് പാവം തോന്നാണ്. പാവം അവിടെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ആടുന്നുണ്ടെങ്കിൽ കൂടിയും മുഖത്ത് നിന്ന് വായിച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. ആകെ തീരെ എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത്. അതൊരു അല്പ അസൗകര്യം കാണും, പിന്നെ അത് ശീലമായിക്കോളും. എങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റും? അമ്മ അതിലെ സൈബർ അറ്റാക്ക് അല്ലേ റീസെന്റ് കിട്ടിക്കൊണ്ടിരുന്നത്. അത് കയ്യിലിരിപ്പിന്റെ നിലത്തൊന്നും അല്ലായിരുന്നു ആള്, അങ്ങ് ബഹിരാകാശത്ത് പറക്കായിരുന്നു. അതിന്റെ വിഷമം കൃത്യമായി പേളിമാണിയുടെ മുഖത്ത് പ്രതിഫലിച്ച് കാണുന്നുണ്ട്. എന്തായാലും നീലക്കൂൽ എന്റർടൈൻമെന്റ്സ് എന്ന് പറഞ്ഞ ചാനലാണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. ഞാൻ ആദ്യം ഈ വീഡിയോ കണ്ട സമയത്ത് ഇതിന്റെ കമന്റ് ബോക്സ് എടുത്ത് നോക്കിയപ്പോ വൻ തെറിവിളി ആയിരുന്നു കേട്ടോ. എന്നോടിങ്ങനെ ചെയ്യല്ലായിരുന്നു. ഇനി നമ്മുടെ സമയം ശരിക്കും മോശമാണോ? ഇതിനേക്കാൾ ഇഞ്ചിയ സമയം ഇനി വരാനിരിക്കുന്നുള്ളൂ. എന്നെ കുറിച്ച് മോശമായി സംസാരിക്കുമ്പോൾ അത് ഞാൻ കേൾക്കാതിരിക്കാൻ മാറി നിന്ന് സംസാരിക്കാനുള്ള ഒരു മാനേഴ്സ് നിങ്ങൾ കാണിക്കണം. ചുരുക്കി പറഞ്ഞ പേളിമാണി എവിടെ കണ്ടാലും ഇപ്പൊ ആൾക്കാർ ഊക്കുന്ന അവസ്ഥയിലായിട്ടുണ്ട് കാര്യങ്ങൾ. ചോദിച്ചു മേടിച്ചതാ സാറേ. ആക്ച്വലി അതൊക്കെ കാണുന്ന സമയത്ത് എനിക്കെന്തോ വല്ലാത്ത സങ്കടം തോന്നുന്നുണ്ട് കേട്ടോ. അങ്ങോട്ട് മാറി എന്ന് അറിയാം. എന്നാൽ ഇതൊക്കെ കണ്ട സമയത്ത് ഞാൻ ഇന്നലെ വെറുതെ പേളിമാണിന്റെ യൂട്യൂബ് ചാനൽ ഒന്ന് കയറി നോക്കി. അയ്യോ ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. അതൊന്നും സാരമില്ല. അന്നേരം സത്യം പറയാലോ ഞാനങ്ങ് ഞെട്ടിപ്പോയി എന്നുള്ളതാണ്. അല്ല മൊത്തത്തിൽ ഞെട്ടിയിരിക്കുകയാണല്ലോ. പേളിമാണി റീസെന്റ് ചെയ്യുന്ന വീഡിയോകൾക്കൊന്നും ഒട്ടും റീച്ച് ഇല്ല എന്നുള്ളതാണ്. റീച്ച് എന്ന് പറഞ്ഞാൽ തീരെ ഇല്ല എന്നുള്ളതാണ്. വരാതെ പോയതിനെ ഫ്ലിപ്കാർട്ടിലൂടെ ഓർഡർ ചെയ്ത് വരുത്തിയതല്ലേ. ഞാൻ റീസെന്റ് ചെയ്ത വീഡിയോകളുടെ സ്ക്രീൻഷോട്ട് സൈഡിൽ കൊടുക്കാം, നിങ്ങളൊന്ന് നോക്കി. 3 ദിവസം മുമ്പ് അപ്ലോഡ് ചെയ്ത വീഡിയോക്ക് കിട്ടിയ വ്യൂസ് നോക്കി നിങ്ങൾ, വെറും 41. അല്ലെങ്കിലും നീയൊന്നും തന്നെ അർഹിക്കുന്നില്ലടാ. ഒന്നും വേണ്ട, 1 ദിവസം മുമ്പ് അപ്ലോഡ് ചെയ്ത വീഡിയോക്ക് കിട്ടിയ വ്യൂസ് നോക്കി നിങ്ങൾ, വെറും 21. പണ്ടൊക്കെ വെറുതെ ഒരു വീഡിയോ ഇട്ടാൽ പോലും പുട്ടുപോലെ 3 ലക്ഷം അടിക്കുന്ന ആളാണ്. ഇപ്പൊ റീച്ച് നോക്കി നിങ്ങൾ കുത്തനെ കുറഞ്ഞു. ദൈവത്തിന്റെ ഒരേ കളികളെ. ഇതൊക്കെ കാണുന്ന സമയത്ത് ഭയങ്കര സങ്കടം തോന്നുന്നുണ്ട് കേട്ടോ. തൂങ്ങിച്ചാവനം നിൽക്കരുത് കേട്ടാ. സംഭവം ശരിയാണ്, വളരെ വലിയ തെറ്റ് തന്നെയാണ് പേളിമാണി ചെയ്തിട്ടുള്ളത്. ഡൽഹി സമരത്തിൽ പങ്കെടുത്ത കുട്ടികളോട് വീട്ടിൽ പോയിരിക്കാൻ ഒരിക്കലും പേളിമാണി പറയാൻ പാടില്ലായിരുന്നു. നിന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, നോ ഇൻഫർമേഷൻ, വിവരമില്ല. ഇനി നമുക്ക് ചെയ്യാനുള്ളത് അവർക്ക് തെറ്റ് തിരുത്തി തിരിച്ചു വരാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. എനിക്ക് സൗകര്യമില്ലെന്ന്